ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ്. അറിഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാവാതെയുള്ള ഒരു അമ്പരപ്പിലാണ് ബാലചന്ദ്രൻ. അലീനയുടെ നാവിൽ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിയുന്നത്. അലീന ആരാണെന്നുള്ള സത്യം മാത്രമല്ല, അലീനയ്ക്ക് എങ്ങനെയാണ് ഈ അപകടം പറ്റിയത് എന്നുകൂടി ബാലചന്ദ്രൻ ആ സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം അറിഞ്ഞ് ആകെ തകർന്ന ഒരു മനുഷ്യനെ പോലെയാണ് ബാലചന്ദ്രനെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ആ സെറ്റിയിൽ വന്നിരിക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് മനു വരികയും അങ്കിളിൻ്റെ സംസാരത്തിലുള്ള ഒരു വൈരുദ്ധ്യം അത് മനസ്സിലാക്കുകയും അങ്കിളിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുകയാണ്. അങ്കിളിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ടെൻഷൻ മാത്രമേ ഉള്ളൂ മോനെ എന്ന് പറയാണ്. അങ്ങനെ അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് മനു അലീനയോട് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്തൊക്കെ ബാലചന്ദ്രൻ ആകെ മനസ്സിങ്ങനെ കൈവിട്ടതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ്. അലീനയോടൊന്നും അധികം സംസാരിക്കുന്നൊന്നുമില്ല. മനുവാണ് കൂടുതലും അവിടെ സംസാരിച്ചത് അലീനയുടെ അടുത്ത്. എന്നിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മനു പോകുമ്പോഴും മോളെ എന്നൊരു വാക്ക് മാത്രം അലീനയോട് ഞാനും പോയിട്ട് ഇപ്പോൾ വരാം എന്ന് പറയുന്ന ഒരു സൂചന അത് മാത്രം പറഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത്. അപ്പോൾ അലീന തലയാട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ മനുവിനെ യാത്രയാക്കിയതിന് ശേഷം വീണ്ടും അലീനയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് ബാലചന്ദ്രൻ്റെ മനസ്സാകെ കൈവിട്ട് പോയേക്കാണ്. താൻ കേട്ടതൊക്കെ സത്യമാണോ, എന്താണ് ഇതിലെ സത്യാവസ്ഥ എന്നൊന്നും അറിയാതെ ആകെ ഇങ്ങനെ അങ്കലാപ്പിലാണ്. ആകെ ഒരു മൈൻഡ് ആകെ ഇങ്ങനെ പാറിപ്പറക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്താണ് സത്യം, കേട്ടത് സത്യമാണോ, എന്താണ് ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ, കഥകൾ എന്താണ് വൈജിക്ക് സംഭവിച്ചത്, അങ്ങനെയുള്ള ഒരു 100 ചോദ്യങ്ങളാണ് ബാലചന്ദ്രൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഉത്തരം കിട്ടണമെങ്കിൽ അലീനയോട് സംസാരിക്കണം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇന്നിപ്പോൾ അലീനയോട് സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. താൻ കേട്ട ആ ഷോക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ എന്താണെങ്കിലും തൽക്കാലം ഇവളോട് ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയുടെ അടുത്ത് വന്നിട്ടും ബാലചന്ദ്രൻ്റെ ഈ ഒരു പെരുമാറ്റം, അതായത് എന്തോ ഒരു മൈൻഡ് ഇവിടെ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലുള്ള ഒരു ഇരുത്തം, ആകെ ഒരു ഷോക്കിലുള്ള ഇരുത്തമൊക്കെ കണ്ടിട്ട് അലീന ചോദിക്കുന്നുണ്ട്, സാറിന് എന്ത് പറ്റി, എന്താ വയ്യ, അസുഖം വല്ലതുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എന്താ നീ അങ്ങനെ ചോദിച്ചേ എന്ന് ചോദിക്കാണ് ബാലചന്ദ്രൻ. അല്ല സാറ് ഇങ്ങനെയല്ലല്ലോ, സാധാരണ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ഒക്കെ ചെയ്യത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയണം. ഞാനേ വേറെ എന്തോ ആലോചിച്ചിരുന്നു, ഞാൻ എന്തോ ഒരു കാര്യം മറന്നുപോയി, അത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് പറയാം കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് വലിയ സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. കാരണം അലീന ഡോറിൻ്റെ അടുത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ. ആ സമയത്താണ് രേവതിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അങ്ങനെ എന്നാലും ബാലചന്ദ്രൻ ആകെ ഇങ്ങനെ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വരാട്ടോ, ഞാനൊന്ന് പോയിട്ട് വരാം, ഞാൻ എന്തോ സാധനം എടുക്കാൻ മറന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ, തനിച്ചിവിടെ ഇരിക്കുമല്ലോ എത്തിയിട്ട് നേരം, കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ റൂമിൽ നിന്ന്. കാരണം ബാലചന്ദ്രൻ അലീന ഇങ്ങനെ ഫേസ് ചെയ്യാനൊരു മടി. എന്താണ് അലീന പറഞ്ഞ കാര്യങ്ങൾ കേട്ട ആ ഷോക്കിൽ നിന്ന് ഇതുവരെ ബാലചന്ദ്രൻ പുറകോട്ട് വന്നിട്ടില്ല, അതിൽ ഒരു നോർമലിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ബാലചന്ദ്രൻ പുറത്തിറങ്ങിയിട്ടും ഇതേ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ആലോചിക്കുകയാണ്. അലീന ആ ഫോൺ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് എൻ്റെ സ്വന്തം ചോരയല്ലേ മോളെ, എങ്ങനെ എനിക്ക് അവനെ അങ്ങനെ എതിരെ പറയാൻ പറ്റും, എൻ്റെ കൂടപ്പിറപ്പല്ലേ, ഒരു അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലേ ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു രംഗങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അതിങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് കാണിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കുട്ടിയുടെയാണ്. രേവതിക്കുട്ടി ഫോൺ ചെയ്തിട്ട് ആകെ സങ്കടപ്പെട്ടിട്ടാണ് ഗ്രേസമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. എന്ത് പറ്റി, നിൻ്റെ ചേച്ചി വിളിക്കാനെന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് ചേച്ചിയാണോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതെ ചേച്ചിയാണ് വിളിച്ചത്, മനുവേട്ടൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത് എന്ന് പറയണേ. അപ്പോൾ എന്താണ് ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, ഇപ്പം നിനക്ക് സമാധാനമായോ, ആ ചേച്ചി വിളിച്ചപ്പോൾ ആശ്വാസമൊക്കെ ആയി, പക്ഷേ എനിക്ക് ചേച്ചിയെ കാണണം ആൻറ്റി എന്ന് പറയണം. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പം ചേച്ചി ഹോസ്പിറ്റലിലാണ് എന്ന് പറയാട്ടോ. എന്തു പറ്റി, അലീനയ്ക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കണേ ഗ്രേസമ്മ. അപ്പോൾ അലീനയ്ക്ക് പറ്റിയ യഥാർത്ഥ കാരണം രേവതിക്കുട്ടി അവിടെ പറയുന്നില്ല. കാരണം പറയുന്നത് ചേച്ചി ഇങ്ങനെ സ്റ്റൂളിൽ കയറി നിന്നിട്ട് എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റൂള് മറിഞ്ഞ് വീണു, വയറ്റിലേക്ക് ഇങ്ങനെ കത്രിക കുത്തി കയറി എന്നാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെ ഹോസ്പിറ്റലിലാണ് എന്ന് പറയണേ. അയ്യോ ജീസസ്, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താ പറ്റിയത്, അതാണോ ഇത്രയും ദിവസം അവളെ വിളിച്ചിട്ട് കിട്ടാഞ്ഞത് എന്നൊക്കെ ചോദിക്കാനേ ഗ്രേസമ്മ. അതെ ആൻറ്റി, ഇപ്പോൾ ഹോസ്പിറ്റലിലായിട്ട് കുറച്ച് ദിവസമായി, ഇന്നാണ് ഇപ്പോൾ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞത്, ചേച്ചിക്ക് ഇപ്പോഴാണ് വിളിക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയത്, അതുകൊണ്ടാണ് ചേച്ചി ഇപ്പോൾ വിളിച്ചത് എന്ന് പറയണേ. ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്തോ
എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന്, അന്ന് ഈ അങ്കിൾ എന്നെ ഇങ്ങനെ കുറേ കളിയാക്കി വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയണം. അപ്പം മാമച്ചായൻ പറയുന്നുണ്ട്, അത് ഞാൻ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അങ്കിളെ, എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ചേച്ചിയെ കാണണം, എനിക്ക് ചേച്ചിയെ കാണണം, എന്നെ ചേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പം ഗ്രേസമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് മാമച്ചാൻ. എന്താ വേണ്ടേ, അത്രയും ദൂരം പോകണമല്ലോ, പാല വരെ പോകണ്ടേ, അത് സാരമില്ല, നമുക്കൊന്ന് പോവാം, അവളുടെ ആഗ്രഹമല്ലേ, പിന്നെ അലീന നമ്മൾക്ക് വേറെ അന്യൊന്നുമല്ലല്ലോ, അലീനയെ നമ്മൾക്ക് അത്രയും പ്രിയപ്പെട്ടത് തന്നെയല്ലേ, നമുക്ക് പോകാമെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട്. എന്നാൽ ശരി, ഇന്നിനിപ്പോൾ ഇത്രയും സമയമൊക്കെ ആയില്ലേ, ഇന്ന് പോയി അവിടെ പോയി തിരിച്ചു വരാൻ ലേറ്റാവും, അതുകൊണ്ട് നമുക്ക് നാളെ പോകാം എന്ന് പറയണം മാമച്ചായൻ. എന്നാൽ ശരി, നാളെ പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അവളുടെ സന്തോഷം കണ്ടോ, ചേച്ചിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞതിൽ എന്ന് പറയണം ഗ്രേസമ്മ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ഏത് സമയം ഓരോ ഭഗവത്ഗീതയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഹോളി ബുക്സൊക്കെ വായിച്ച് പാരായണം ചെയ്ത് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അധിക സമയം. കാരണം മുത്തശ്ശിക്ക് ഉണ്ടായിരുന്ന ആകെ ഒരു കൂട്ടം അലീനയാണ്. എപ്പോൾ അലീന വീട്ടിലുള്ള സമയത്തൊക്കെ തൻ്റെ ജോലിയൊക്കെ തീർത്ത് പെട്ടെന്ന് തന്നെ അലീന മുത്തശ്ശിയുടെ അടുത്ത് വന്നിരിക്കും, എന്നിട്ട് മുത്തശ്ശിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറ്റപ്പെട്ട ഒരു ലൈഫാണ് മുത്തശ്ശിക്ക്. കാരണം വൈജയന്തി ജോലിക്ക് പോകുന്നില്ല, ബാങ്കിൽ ലീവ് എടുത്തേക്കാണ്. പക്ഷേ വൈജയന്തി ഭക്ഷണം കൊടുക്കാനും മാത്രമായിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത്, മരുന്ന് കൊടുക്കാനും. അത് കഴിഞ്ഞാൽ വൈജയന്തി പോകും, പിന്നെ ഇങ്ങോട്ടേക്ക് വരത്തൊന്നുമില്ല. അങ്ങനെ മുത്തശ്ശിക്ക് സംസാരിച്ചിരിക്കാനൊന്നും ആരും കൂട്ടിനില്ല കേട്ടോ. മുത്തശ്ശിക്ക് അതിൽ ഭയങ്കര പരാതിയും പരിഭവമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ വൈജ ഒന്നും വരുന്നോ സംസാരിക്കാനിരിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണ് വൈജ ആ സമയത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ, മരുന്നും ഭക്ഷണമൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ ഭക്ഷണം കൊണ്ടാണ് വരുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ അലീനെ വിളിച്ച ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. ആ സമയത്ത് വൈജ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടെ ആരോടോ സംസാരിക്കുന്നത് കേട്ടല്ലോ, അമ്മ ആരെങ്കിലും ഫോൺ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ വിളിച്ചു, എന്നെ അലീനെ വിളിച്ചു എന്ന് പറയണം. അലീനെ വിളിച്ചു എന്നോ? അലീനെ എങ്ങനെ വിളിച്ചു? അവളുടെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ലല്ലോ, അവിടെ ഒരു കുഞ്ഞു ഫോണല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്, ആ ഫോൺ ഇപ്പോൾ കാണാനും ഇല്ലല്ലോ എന്നൊക്കെ പറയണേ വൈജ പറയുന്നുണ്ട്. അവൾ വിളിച്ചത് മനുവിൻ്റെ ഫോണിൽ നിന്നാണ്. മനുവിൻ്റെ ഫോണിൽ നിന്നോ? അപ്പോൾ ഇത്രയും രാവിലെ മനു അവിടെ എത്തിയോ എന്ന് ചോദിക്കുകയാണ് വൈജ. മനു അവിടെ എത്തിയത് കൊണ്ടാണല്ലോ മനുവിൻ്റെ ഫോണിൽ നിന്ന് അവൾ വിളിച്ചത്. എന്നിട്ട് എന്ത് പറഞ്ഞു? കൃഷ്ണമോൾ സ്കൂളിലേക്ക് പോയോ? അവൾ അവിടെ തന്നെ ലീവാക്കിയിട്ട് നിൽക്കണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, കൃഷ്ണ സ്കൂളിലേക്ക് പോയി, കൃഷ്ണ സ്കൂളിൽ നിന്ന് ഇന്ന് വൈകിട്ടും അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് എന്ന് പറഞ്ഞു എന്ന് പറയണേ. ഇന്നും കൃഷ്ണമോൾ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നതെന്നോ? ഇത് എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത്? എൻ്റെ വാക്കിനൊന്നും ഒരു വിലയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയോട് ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി. അതിനെന്താ, നീ പോയി നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പോയി നിൽക്കാനോ? ഞാൻ പോയി നിൽക്കാൻ അവളെ എൻ്റെ ആരാ? എൻ്റെ മകളൊന്നും അല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ അവൾക്ക് വേണ്ടിയിട്ട് കാവലിരിക്കാനായിട്ട് അവിടെ പോയി നിൽക്കുന്നത്? എന്നാൽ പിന്നെ നീ കൂടുതൽ സംസാരിക്കണ്ട. അവൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഇവിടെ നിന്ന് പറ്റിയ ഒരു അപകടത്തിൽ ഈ വീട്ടിലുള്ളവരാണ് അവളെ പരിചരിക്കേണ്ടത്. അത് കൃഷ്ണമോൾക്ക് അറിയാം. നിൻ്റെ സ്വഭാവം ഒന്നുമല്ല എന്താണെങ്കിലും കൃഷ്ണമോൾക്ക്. അതുകൊണ്ട് അവൾ പോയി നിൽക്കുന്നതിനെ നീ എതിർക്കാനൊന്നും നിൽക്കണ്ട. അവൾ പോയി നിന്നോട്ടെ, അവൾക്ക് അവിടെ നിന്ന് സ്കൂളിലേക്ക് പോകാനും എളുപ്പമില്ല, അവിടെ നിന്ന് ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ സ്കൂളിലേക്ക് എന്നൊക്കെ പറയാണ് മുത്തശ്ശി. എന്നാലും എല്ലാവരും കൂടെ അവളെ എടുത്ത് തലയിൽ കയറ്റി വെച്ചേക്കാണ്. ഇതൊക്കെ എവിടെ ചെന്ന് എത്തുന്നറിയില്ല. ഇപ്പം തന്നെ എന്തോരം കാശാണ് ബില്ല് വന്നേക്കുന്നത്, അമ്മയ്ക്ക് അറിയാവോ അത് വല്ലതും എന്ന് ചോദിക്കുകയാണ് വൈജയന്തി. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തോരം കാശായി, എത്ര ബില്ലായി? ഇപ്പം തന്നെ 1.5 ലക്ഷം രൂപയായി എന്നാണ് ബാലചന്ദ്രൻ പറഞ്ഞത്. 1.5 ലക്ഷം രൂപയോ? 1.5 ലക്ഷം രൂപയോ? ഇനിയിപ്പോൾ ഡിസ്ചാർജും കൂടി ആകുമ്പം ഏകദേശം 1.5 ലക്ഷമൊക്കെ ആകും എന്ന് പറയാണ് വൈജയന്തി കേട്ടോ. അപ്പോൾ കമല നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, സാരമില്ല, ഇവിടെ നിന്ന് അവൾക്ക് പറ്റിയൊരു പരിക്കല്ലേ എന്ന് പറയുമ്പോൾ സാരമില്ല എന്ന് അമ്മയ്ക്ക് അങ്ങനെ പറയാം. ബാലചന്ദ്രൻ്റെ കാശ് എത്രയാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് വല്ല നിശ്ചയമുണ്ടോ? അത് ഈ വീട്ടിൽ ചിലവാക്കേണ്ട കാശല്ലേ, ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി ചിലവാക്കേണ്ട കാശല്ലേ, ഒരു വേലിക്കാരിക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവളെ പറഞ്ഞു വിട്ടാലും അവളെ ഇവിടെ നിർത്തിക്കഴിഞ്ഞാലും എത്ര നാൾ കൊണ്ടാണ് അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ഇപ്പോഴും പൈസേൻ്റെ കണക്ക് മാത്രമല്ലേ പറയാനുള്ളൂ വൈജി. ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കല്ലേ നമ്മൾ ചെയ്തത്, അതിനെപ്പറ്റി നീ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? അവളുടെ ജീവൻ രക്ഷിച്ചതിന് ഇപ്പം എന്തുകൊണ്ടാണ് ഇത്ര ചിന്തിക്കാനിരിക്കുന്നത്? അവളിപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ, അവളുടെ ജീവൻ സാധാരണ ഒരു ജീവൻ അത്രയല്ലേ ഉള്ളൂ. അതിനിപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ഇത്ര വലിയ കാര്യം പറയാനിരിക്കുന്നു എന്ന് പറയാണ് വൈജയന്തി. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിൻ്റെ മനസ്സൊന്നും നന്നാവാൻ പോകുന്നില്ല എന്നും മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നതാണ്. കൃഷ്ണമോൾ അപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് അവിടെ അലീനയുടെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണമോൾ വന്ന സമയത്ത് ബാലചന്ദ്രൻ കൃഷ്ണമോളോടും അലീനയോടും യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. രാത്രിയിൽ എന്തായാലും ബാലചന്ദ്രൻ അവിടെ കൂട്ടു നിൽക്കാൻ പറ്റത്തില്ലല്ലോ, ലേഡീസ് ആയതുകൊണ്ട് പറ്റും, പക്ഷേ വൈദ്യ സമ്മതിക്കത്തില്ല. മനുവാണ് ഇത്രയും ദിവസം കൂട്ടിയിരുന്നത് ബൈസ്റ്റാൻഡറായിട്ട്.
പക്ഷേ വൈജ ഒരിക്കലും അതിന് സമ്മതിക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കും എന്നുള്ളത് ബാലചന്ദ്രൻ അറിയാവുന്നത് കൊണ്ടാണ് ബാലചന്ദ്രൻ ആ റിസ്ക് ഏറ്റെടുക്കാത്തത്. എന്താണെങ്കിലും ബാലചന്ദ്രൻ കൃഷ്ണമോൾ വന്നതിന് ശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വൈജ വീണ്ടും ബാലചന്ദ്രനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഓരോന്ന് സംസാരിക്കാൻ വരുമ്പോഴും ബാലചന്ദ്രനാണെങ്കിൽ കേട്ട ഒരു ഷോക്കിലാട്ടോ ഇപ്പോഴും. അതായത് അലീനയുടെ നാവിൽ നിന്ന് കേട്ട ഒരു വാർത്തയുണ്ടല്ലോ, അതിൻ്റെ ഒരു ഷോക്കിലാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. തൽക്കാലം ഇന്ന് അലീനയോട് ഒന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും മനസ്സിലാക്കണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ഇന്ന് ഇത്രയും നേരം ഹോസ്പിറ്റലിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് അവൾക്ക് പകൽ കൂട്ടിന് ആരെങ്കിലും വേണ്ടേ, മനു രാവിലെ തന്നെ പോയി, പിന്നെ ഹോസ്പിറ്റലിൽ ആരെങ്കിലും വേണ്ടേ, അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ എൻ്റെ വർക്കിലൊന്നും പോയിട്ടില്ല, ഞാൻ ഷോപ്പിലേക്കൊന്നും പോയിട്ടില്ല, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. കൃഷ്ണമോൾ വന്ന് പിന്നെ ഞാൻ കടയിലേക്ക് പോയി എന്ന് പറയാട്ടോ. അപ്പോൾ വൈജിക്ക് അത് കേട്ടിട്ട് ദേഷ്യം വരികയാണ്. വൈജി പറയുന്നുണ്ട്, ബാലേന്ദ്രനും മനുവിനും ഏതായാലും നാണോ മാനോ ഇല്ല, എൻ്റെ മോളെ എന്തിനാണ് അവിടെ കൊണ്ടുപോയിട്ടേക്കണേ ഇങ്ങനെ നാണം കെടുത്താനായിട്ട്, ഒരു വേലക്കാരിക്ക് കൂട്ടിരിക്കാൻ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രനും ഇങ്ങോട്ട് ദേഷ്യം വരിക കേട്ടോ. ഇത്രയും നാൾ വൈജി ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രന് അതൊക്കെ കടിച്ചമർത്തി നിന്നിരുന്നത് ഒരു സെർവൻ്റ് ആണ്, അലീന ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് എന്നുള്ള നിലയിലാണ്. പക്ഷേ ഇന്നിപ്പോൾ ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയേക്കാണ്, അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയേക്കാണ്. അപ്പോൾ അത് പറയുമ്പോൾ ബാലചന്ദ്രന് ദേഷ്യം വരുന്നുണ്ട്. ബാലചന്ദ്രൻ പറഞ്ഞു, വൈജയ് വെറുതെ എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, എൻ്റെ മൂഡ് ഒട്ടും ശരിയില്ല, നീ നിൻ്റെ പണി നോക്കിയപ്പോൾ അതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നത് നീ കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു ബാലചന്ദ്രൻ പോവാണ്. വൈജയോട് നല്ല ദേഷ്യത്തിലാട്ടോ. ഒരു കാര്യം അവളോട് ചോദിക്കുകയോ പറയുകയൊന്നും ചെയ്യുന്നില്ല, മറ്റുള്ള കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ രാത്രിയിൽ ബാലചന്ദ്രന് ഉറക്കം കിട്ടുന്നേ ഇല്ല കേട്ടോ. ബാലചന്ദ്രൻ ഈ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് മനസ്സിലിട്ട് ഇങ്ങനെ അലീന പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ ബാലചന്ദ്രൻ്റെ മനസ്സിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ബാലചന്ദ്രൻ റെഡിയായിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ പുറത്തേക്ക്, അതായത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് ഡിസ്ചാർജ് ആയേക്കും എന്ന് ഉള്ളൊരു സൂചന, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ രാവിലെ എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ വൈജ വീണ്ടും വന്ന് ഓരോ കൊനിഷ്ഠ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അവളെ നേരത്തെ ഇത്രയും രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കെട്ടി എഴുന്നള്ളതിൻ്റെ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ കൃഷ്ണമോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഹോസ്പിറ്റലിൽ അലീന തനിച്ചല്ലേ, അലീനയ്ക്ക് എന്തെങ്കിലും ഒരു സഹായത്തിന് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചു കൊടുക്കാൻ പോലും അവിടെ ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ നാണാവണില്ല. ഇത്രയൊക്കെ ആയിട്ടും എത്ര ദിവസമായി ആ ഒരു വേലക്കാരി പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഒട്ടും നാണോ മാനോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് വീണ്ടും ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനു മോശം കാണിക്കണം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് ജീവിച്ചു വന്നത്, ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാട്ടോ. ഞാൻ ഒരു വഴി വിട്ട ബന്ധത്തിനോ ഞാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ മകളെപ്പോലെ കാണുന്നു ഈ വീട്ടിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരി, ആ ജോലിക്കാരിയെ ഞാൻ ഈ വീട്ടിൽ വെച്ച് സംഭവിച്ച ഒരു ദുരന്തം, അതിന് നമ്മൾ തന്നെയാണ് ഉത്തരവാദി, അപ്പം നമ്മളാണ് അവളെ സംരക്ഷിക്കേണ്ട ബാധ്യത, അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് തോന്നുന്നത് നാട്ടുകാരും എല്ലാവരും പറഞ്ഞു തുടങ്ങും ബാലചന്ദ്രന് ആദ്യ ഭാര്യയിലുണ്ടായ മകളാണ് അവളെന്ന്, അങ്ങനെയാണ് ബാലചന്ദ്രൻ്റെ പെരുമാറ്റം എന്നൊക്കെ മോശമായിട്ട് ഇങ്ങനെ പറയാട്ടോ. അത് കേട്ടപ്പോഴും അതും കൂടി കേട്ടപ്പോൾ ബാലചന്ദ്രന് ദേഷ്യം ഇങ്ങനെ ഇരട്ടിച്ച് വരികയാണ്. അതെ, എന്താണെങ്കിലും അങ്ങനെയല്ല എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞും പിറന്നിട്ടില്ല, വിവാഹത്തിന് മുൻപ് വേറൊരു ഭാര്യയുടെ ഞാനൊരാളെ കല്യാണം കഴിച്ചിട്ടുമില്ല, വേറൊരു പെണ്ണിൻ്റെ പുറകെ ഞാൻ പോയിട്ടുമില്ല, എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞും പിറന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെതല്ലാന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കൈതക്കൽ മാളിക വീട്ടിലെ 3 ആൺപിള്ളേരും ഒരു പെൺകുട്ടിയും ഉണ്ട് കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോനും, അവരുടെ ആരുടെയെങ്കിലും മകളാണോ അവളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയണം. ഇത് കേട്ടതും വൈജി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. എന്താ ബാലചന്ദ്രൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ, അത്രയും മനസ്സിലാക്കിയാൽ മതി എന്ന് പറയണം. എന്നാലും ബാലചന്ദ്രൻ എന്തൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ ഇപ്പം എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചത്, അപ്പം എനിക്ക് അതേപോലെ പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം പക്ഷേ ബാലചന്ദ്രൻ വീണ്ടും ആ പറഞ്ഞ ഒരു വാക്കിൽ തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കൈതക്കൽ മാളിക വീട്ടിൽ കുഞ്ഞിരാമൻ മേനോനെ 3 ആൺമക്കളും ഒരു പെൺമകളും ഉണ്ട്, ഒരു മകളും ഉണ്ട്. ആ
അവർക്ക് ആർക്കെങ്കിലും ജനിച്ച അവിഹിതത്തിൽ ജനിച്ച മകളാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും എന്നൊക്കെ പറയണം. അത് കേട്ട ആ ഷോക്കിൽ ഇങ്ങനെ നിൽക്കണം. പിന്നീട് ബാലചന്ദ്രൻ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ പോകുന്ന വഴി ഇങ്ങനെ നോക്കി നിൽക്കണം. ഏത് സമയത്തും അങ്ങനെയാണല്ലോ. വൈജയന്തി എന്തെങ്കിലും ചൊറിയാൻ ചെല്ലും, നല്ല മറുപടി ബാലചന്ദ്രൻ കൊടുക്കും. എന്നിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ആകെ ഷോക്കായിട്ട് കുന്തം വിഴുങ്ങിയ മാതിരി നിൽക്കുന്ന വൈജിയാണ് നമ്മൾ സാധാരണ എപ്പിസോഡിൽ കാണുന്നത്. അതേപോലെയൊക്കെ തന്നെ ഈ വാർത്ത പക്ഷേ കുറച്ച് കടുത്തതായിപ്പോയി വൈജയന്തിക്ക്. അവളാകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ കൃഷ്ണമോള് സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നീ റെഡിയായോ ഇത്ര പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റെഡിയായി വെച്ചാൽ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരണോ, നോക്കട്ടെ ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആവോ എന്നൊന്നും അറിയത്തില്ല, ഇന്ന് ഡിസ്ചാർജ് ആവുകയാണെങ്കിൽ ഇന്ന് വരേണ്ടി വരില്ല എന്ന് പറയാണ്. അപ്പോൾ ഞാൻ വിളിക്കാം, ഞാൻ എങ്ങനെ ഞാൻ അറിയാച്ചാന്ന് ചോദിക്കുമ്പോൾ നീ എന്താണെങ്കിലും കോളേജ് വിട്ട് വരുമ്പോൾ സ്കൂൾ വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം, ഇന്നെങ്ങാനും ഡിസ്ചാർജ് ആയില്ലെങ്കിൽ എന്ന് പറയണം. എന്നാൽ ശരിയച്ചാ ഞാൻ പൊക്കോട്ടേന്ന് ചോദിക്കുമ്പോൾ നിൽക്ക് ഞാനും കൂടി വരാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൃഷ്ണമോളുടെ കൂടെ ബാലചന്ദ്രൻ പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ബാലചന്ദ്രൻ വീണ്ടും അലീനയുടെ അടുത്തേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പോയോ സാർ എന്ന് ചോദിക്കുമ്പോൾ പോയി എന്ന് പറയണേ. അപ്പോൾ അതിനുശേഷം അലീനയുടെ അടുത്ത് വന്ന് കസേരയിട്ട് ഇരുന്നിട്ട് ബാലചന്ദ്രൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. പറയുന്നുണ്ട് ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ആയേക്കാം എന്ന് പറയണം. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ട് എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇത്രയും നാൾ ഞാനല്ലേ ആ വീട്ടിൽ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയണം അലീനേട്ടാ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇനിയിപ്പോൾ എങ്ങോട്ടാക്കാൻ, ഞാൻ ഇനിയിപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഡത്തിന് അത് ഇഷ്ടപ്പെടുമോ, ഞാനിങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ ബാലചന്ദ്രൻ ശരിയാണ്, ഇപ്പോൾ ഇനി നിനക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ഒരു വഴി കാണണം എന്ന് പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട് ഇത്രയും നാളും ഞാനല്ലേ ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിൻ്റെ സ്വന്തം വീട് പോലെ കണ്ടിട്ട് അല്ലേ എന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ അലീന ഇങ്ങനെ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ, എൻ്റെ വീട് പോലെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ആ വീട്ടിലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ അത് നിൻ്റെ സ്വന്തം വീട് തന്നെയല്ലേ, നിൻ്റെ അമ്മ താമസിക്കുന്ന വീട് പിന്നെ നിൻ്റെ സ്വന്തം വീട് അല്ലാതാകുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും ആകെ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ അലീന. സാർ എന്താ ഈ പറയുന്നത്, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ നിനക്ക്, നീ ഇവിടേക്ക് വന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നീ സ്വന്തം അമ്മയെ അന്വേഷിച്ചല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, സ്വന്തം അമ്മയുടെ കൂടെയല്ലേ നീ താമസിക്കുന്നത്, സ്വന്തം അമ്മ അറിയാതെ അമ്മയെ സ്നേഹിച്ചുകൊണ്ട് അമ്മയുടെ മക്കളെ സ്വന്തം അനുജനും അനുജത്തിമാരുമായിട്ട് കണ്ടിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് അവരുടെ കൂടെയല്ലേ നീ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വന്തം വീട് പോലെ അല്ല കണ്ടത്, സ്വന്തം വീടായിട്ട് തന്നെയാണ്, സ്വന്തം വീടായി തന്നെയല്ലേ നീ കണ്ടത് എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ. ഇത് കേട്ടിട്ട് അലീനയ്ക്ക് ആകെ ഷോക്കാവട്ടെ. അപ്പോൾ സാർ ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ഒരു അങ്കലാപ്പിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ വരുമ്പോഴും എൻ്റെ മെക്കിയിട്ട് കയറാനായിട്ട് അവൾ വന്നു, അവൾക്ക് അറിയില്ല, അവൾക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും. എൻ്റെ നേരെയാണ് അവൾ ശബ്ദമുയർത്തുന്നത്, എൻ്റെ അവിഹിതത്തിൽ പിറന്ന, എനിക്ക് ആദ്യ ഭാര്യയിൽ പിറന്ന മകളാണോ അലീന എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, കൈതക്കൽ മാളിക വീട്ടിലും ഉണ്ട് ആൾക്കാർ, അവർക്ക് വിവാഹത്തിന് മുൻപ് ജനിച്ച ജാരസന്തതി ആയിരിക്കാം എന്ന് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അലീന ഇതൊക്കെ കേട്ട് അലീനയും ഷോക്കായിട്ട് നിൽക്കട്ടെ. അപ്പോൾ അലീന അങ്ങനെ ചിന്തിക്കുന്നത് ഇതെങ്ങനെ സാർ അറിഞ്ഞു എന്നുള്ളൊരു ചോദ്യമാണ് അലീനയുടെ മനസ്സിൽ. അലീന ചോദിക്കുന്നുണ്ട് സാർ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നീ ഇന്നലെ നിൻ്റെ രേവതിക്കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് പറയാം. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമാവുകയാണ്. സാർ ഞാൻ എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ വേണ്ട, കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഒന്നും നിൻ്റെ തെറ്റല്ല, നീ തെറ്റുകാരിയാണെന്ന് ഞാൻ പറയത്തില്ല, നീ ഇങ്ങോട്ടേക്ക് വന്നതും നിൻ്റെ തെറ്റല്ല, തെറ്റ് ചെയ്തത് മറ്റുള്ളവരാണ്, നിൻ്റെ അമ്മയും നിൻ്റെ അമ്മയുടെ അച്ഛനും അങ്ങനെ നിൻ്റെ അമ്മയുടെ ബന്ധുക്കളും ഒക്കെയാണ് തെറ്റ് ചെയ്തത്, നിന്നോട് മാത്രമല്ല എന്നോടും അവർ തെറ്റ് ചെയ്തു, നിന്നെ അവർ ഉപേക്ഷിച്ച് കളഞ്ഞു, എന്നെ ഒന്നും അറിയിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് അവളെ വെച്ച് കെട്ടി, ഇതൊക്കെ സംഭവിച്ചത്. ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേ തുലാസിൽ ഒരേ ഇതിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നിൻ്റെ അതേ ദുഃഖം തന്നെയാണ് ഇപ്പോൾ എനിക്കുള്ളത്. നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, നിന്നെ ഒരു അനാഥയായിട്ട് കൊണ്ടുപോയി കളഞ്ഞു, പക്ഷേ എൻ്റെ അവസ്ഥയും
അതുപോലെ തന്നെയാണ്. നിന്നെയും എന്നെയും ഒരുപോലെയാണ് അവർ ചതിച്ചേക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് വന്നാലും നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ വീട്ടിലേക്ക് തന്നെ വരണം. ഇനി അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ അവിടെ നിന്ന് പോവരുത്. അവിടെ തന്നെ നിൽക്കണം. നീ അവിടെ തന്നെ നിൽക്കുമ്പോഴാണ് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത്. അതുകൊണ്ട് നീ അവിടെ തന്നെ നിൽക്കണം. മറ്റെവിടേക്കും നിന്നെ ഞാൻ തൽക്കാലം പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നീ വീട്ടിലേക്ക് തന്നെ വരണമെന്ന് ബാലചന്ദ്രൻ പറയണം. ഇതൊക്കെ കേട്ടിട്ടും ആകെ ടെൻഷനായിട്ടാണ് അലീന നിൽക്കുന്നത്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. എന്താണ് എങ്ങനെയാണ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കാം, സൗകര്യം പോലെ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന ഭാഗങ്ങൾ. ഒരു പക്ഷേ നാളത്തെ എപ്പിസോഡിൽ നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചാനും അലീനയെ കാണാൻ വരുന്ന ഭാഗങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഡിസ്ചാർജായി പോകുന്നതിന് മുൻപ് തന്നെ ഗ്രേസമ്മയും മാമച്ചാനും രേവതിക്കുട്ടിയും കൂടെ കാണാൻ വരികയും അപ്പോൾ അങ്ങനെയുള്ളൊരു സീനും കൂടി അതിലുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ മറ്റന്നാളത്തെ എപ്പിസോഡിൽ അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുന്ന ഭാഗങ്ങളാണ്. ആ ഒരു ഭാഗത്തിനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും ഇനി കാത്തിരിക്കുന്നത് കേട്ടോ. കാരണം ബാലചന്ദ്രൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല ഇനി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അലീന വീട്ടിൽ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഒരിക്കലും വൈജയന്തി അറിയുന്നേ ഇല്ല ഇപ്പോഴൊന്നും അലീന തൻ്റെ മകളാണ് എന്നുള്ള സത്യം. അതറിയാതെ തന്നെ വൈജയന്തിയോട് പക തീർക്കുകയാണ്. പകരം വീട്ടുക എന്ന് പറയുന്നത് പോലെയാണ് ബാലചന്ദ്രൻ പെരുമാറുന്നത്. കാരണം തന്നെ ചതിച്ചു, ആ മകളെ ചതിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.